എല്ലാ പ്രിയപ്പെട്ടവർക്കും ട്രേഡർ സ്ട്രീറ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിഫ്റ്റി ഓപ്പണിംഗ് കുറച്ച് ഡൗൺ ഓപ്പൺ ആയതിനു ശേഷം ഹൈ അടിച്ചെങ്കിലും അവിടെ ഒരു സ്റ്റേബിളായിട്ട് നിൽക്കാൻ പറ്റിയില്ല. അത് താഴോട്ട് തന്നെ വന്ന് ഫ്ലാറ്റായിട്ട് ക്ലോസിങ് നടത്തുമായിരുന്നു നിഫ്റ്റി ചെയ്തിട്ടുള്ളത്. നിഫ്റ്റിയുടെ ചാർട്ട് കാണുമ്പോൾ നമുക്കറിയാം. ഇവിടെ നോക്കിയാൽ താഴെ ഓപ്പണിങ് വന്ന് താഴോട്ട് കുറച്ച് പോയതിനു ശേഷം ഇവിടെ വന്ന് പ്രീവിയസ് ഡേ ഹൈ R1 അടിച്ചിട്ട് നല്ല രീതിയിൽ ഇറങ്ങിപ്പോയി. അതിനുശേഷം വീണ്ടും R1 മുകളിൽ പോയി ട്രേഡായി. അതിനുശേഷം കണ്ടിന്യൂസ് വീണ്ടും താഴോട്ട് ഇറങ്ങി. ബാങ്ക് നിഫ്റ്റി ഇന്ന് വീക്കായിരുന്നു. ബാങ്ക് നിഫ്റ്റി 0.25% ഇതാണ്. ഒരു പ്രാവശ്യം ജസ്റ്റ് പോയി ഒരു ഹൈ അടിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പ്രീവിയസ് ഡേ ഹൈ അടിച്ച് പെട്ടെന്ന് ഇറങ്ങി. ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർക്കറ്റ് 26,000 മുകളിലാണ് ഓപ്പണിംഗ് എങ്കിൽ നല്ലൊരു സെല്ലിംഗ് വരുന്നു. പക്ഷേ താഴെ ഓപ്പൺ ആയിട്ട് 26,000 മുകളിൽ പോയെങ്കിലും അവിടെ സ്റ്റേബിൾ ആയില്ല. അത് തിരിച്ച് വീണ്ടും താഴോട്ട് ഇറങ്ങുമായിരുന്നു. അപ്പോൾ ഈ ദിവസങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിഫ്റ്റിയിലാണെങ്കിൽ 26,000 26,200 റേഞ്ചിൽ നിന്ന് ഏതെങ്കിലും റേഞ്ചിൽ നിന്ന് ഒരു പ്രാവശ്യം ചിലപ്പോൾ നല്ലൊരു സെല്ലിങ് മാർക്കറ്റിൽ സംഭവിക്കാം. ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾ അതിൻ്റെ അനുസരിച്ച് ഒരു പ്രിക്കോഷൻ എടുത്ത് വേണം മാർക്കറ്റിൽ ഓൾ ടൈം ഹൈയിലിരിക്കുന്ന ഷെയർസിൽ ട്രേഡ് എടുക്കാൻ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം 14 ഷെയർ എടുത്തിരുന്നു. ഇതിനകത്ത് ഒരു 5-6 ഷെയർ നല്ല ചാൻസ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി ചാൻസ് തന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ആ ചാൻസുകൾ നോക്കാം. ഇതിനകത്ത് ആംബർ എന്ന് പറയുന്ന ഷെയർ, പിന്നെ VIP, അസാഹി, ഇതൊക്കെ ആവറേജ് ചെയ്യുന്ന ചാൻസ്, നല്ല ചാൻസ്. അസാഹി, മിന്ത കോർപ്പ്, റിലയൻസ് ഇൻഫ്രയിലൊക്കെ നല്ല ചാൻസ് ആയിരുന്നു. അപ്പോൾ ഒരു 3-4 ഷെയർ നോക്കാം നമുക്ക്. ആംബർ എന്ന് പറയുന്ന ഷെയർ, ആംബർ ഞാൻ ഇന്നലത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് താഴെ ഇന്നലത്തെ ആവറേജ് അത് ആംബറിൻ്റെ ഇന്നലത്തെ ആവറേജ് ഇത് ഫസ്റ്റ് ഇന്നലെ കൊടുത്തിരുന്ന ഷെയറാണ്. ഈ ആവറേജിന് താഴെ പോയിട്ട് തിരിച്ച് കയറിയാൽ നല്ല രീതിയിൽ കയറി പോകുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അതുപോലെ തന്നെ നല്ല ഹെവി മൂവ്മെൻറ്റ് നടത്തി. ഇത് കണ്ടില്ലേ, ഈ ക്യാൻഡിലിൻ്റെ ഈ ക്യാൻഡിലിൻ്റെ ലോ ശ്രദ്ധിച്ചാൽ മതി. CPR ഹൈഡിമ കാണാം. ഇത് കണ്ടില്ലേ, 4880 വരെ വന്നു. എന്നിട്ട് ഒരൊറ്റ കയറ്റം 4880 എന്ന് 5353 വരെ, അതായത് ഏകദേശം 400 രൂപ ഒറ്റയടിക്ക് ആ ഷെയർ കയറിപ്പോയി. ഞാൻ പറഞ്ഞ റേഞ്ചിൽ നിന്ന്. അതിനുശേഷം നമ്മൾ CPR രീതിയിൽ നമുക്ക് സെല്ലിങ്ങും ചാൻസ് കിട്ടി. ഇതുകൊണ്ട് വൺ സൈഡ് കയറ്റം മുകളിലോട്ട്. ഇവിടെയാണ് നമുക്ക് ചാൻസ് വരുന്നത്. ഇവിടെ 5300 ചില്ലുവാനും രൂപയിൽ ഒരു സെല്ലിങ് നമ്മൾ ചെയ്തായിരുന്നെങ്കിൽ നമുക്ക് 4000, ഇവിടെ വരുമ്പോൾ 4900, അതിനുശേഷം കണ്ടിന്യൂസ് ഇറങ്ങി 4679, ഏകദേശം 600 പോയിന്റ് താഴെ പോയി ആ ഷെയർ. അത്രയും ചെറിയ, ഞാനാണെങ്കിൽ 200 ഷെയർ ഈ റേഞ്ചിൽ സെല്ല് ചെയ്തതാണ്. പക്ഷേങ്കിൽ ഞാൻ പെട്ടെന്ന് എക്സിറ്റ് അടിച്ചു. ഒരു 30 രൂപയിൽ എക്സിറ്റ് അടിച്ചു. പക്ഷേങ്കിൽ അത് 600 പോയിന്റാണ് താഴെ പോയത് ആ ഷെയർ. പക്ഷെ നമ്മൾ അത്രയൊന്നും പ്രതീക്ഷിക്കത്തില്ല. എന്നാലും ചിലപ്പോൾ 30 ഒന്നും അല്ല, അതിൽ കൂടുതൽ നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ഷെയറിൻ്റെ മൂവ്മെൻറ്റ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് അത് വെച്ചോണ്ടിരിക്കാനും പറ്റത്തില്ല. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് വേറെ ചാൻസ് തന്ന ഷെയർ ആയിരുന്നു VIP ഇൻഡസ്ട്രീസ്. VIP ഇൻഡസ്ട്രീസ് ഇവിടെ നോക്കിയാൽ അറിയാം. പ്രീവിയസ് ഡേ ഹൈ R1 മുകളിൽ ഓപ്പണായി നേരെ താഴോട്ട് ഇറങ്ങി. ഇവിടെ നമ്മൾ 580 എൻട്രി എടുത്താൽ നമുക്ക് 566 വരെ 14 രൂപ പ്രോഫിറ്റ്. വീണ്ടും തിരിച്ച് ഹൈയുടെ അടുത്ത് വരെ പോയിട്ട് തിരിച്ച് വീണ്ടും ഇറങ്ങി. വീണ്ടും നമ്മളിവിടെ എൻട്രി എടുത്താൽ 570, 10 രൂപ, 2 പ്രാവശ്യം, ഒരു പ്രാവശ്യം 16, ഒരു പ്രാവശ്യം 10 രൂപയും നമുക്ക് അതിനകത്ത് കാണിക്കുന്നുണ്ട്. പിന്നെ റിലയൻസ് ഇൻഫ്ര നിറയെ പ്രാവശ്യം ചാൻസ് കാണിച്ചു. റിലയൻസ് ഇൻഫ്ര ഓപ്പണിങ്ങിൽ പ്രീവിയസ് ഡേ ഹൈ പോയിട്ട് ഇവിടെ കട്ടായിട്ട് ഇറങ്ങിയപ്പോൾ 335, നമുക്ക് 326 വരെ 9 രൂപ കിട്ടി. പിന്നെ അതിന് ശേഷം വീണ്ടും പോയി ഇവിടെ ഹൈ അടിച്ചിട്ട് ഇതിന് ഇവിടെ വന്നിട്ട് എൻട്രി വേണമെങ്കിൽ എടുക്കുന്നവർക്ക് ചെറിയൊരു പ്രോഫിറ്റ് ഇവിടെ കിട്ടും, ഒരു 3 രൂപ പ്രോഫിറ്റ്. അതിനുശേഷം വീണ്ടും പോയി അടുത്ത ലെവലിൽ അടിച്ചിട്ട് ഇറങ്ങി
330.85 എന്നത് 335 വരെ വന്നു. 5 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ്. വീണ്ടും ഇവിടുന്ന് നേരെ മുകളിലോട്ട് കയറി. ഇപ്പോൾ ഇവിടെ ഒരു ഇറക്കം ഇറങ്ങുന്നുണ്ട്. പക്ഷേ എങ്കിൽ ഇവിടെ എൻട്രി എടുത്താൽ ചെറിയ പ്രോഫിറ്റ് എടുത്തില്ലെങ്കിൽ ഇവിടെ സ്റ്റോപ്പ് ലോസ് പോകും. ഇവിടെ പോയാലും കുഴപ്പമില്ല. ഇവിടെ 2-3 പ്രോഫിറ്റ് കിട്ടി. അതിനുശേഷം വീണ്ടും തന്നെ ഇവിടെ അടുത്ത ലെവലിൽ പോയിട്ട് ഒറ്റ ഇറങ്ങുന്നതായിട്ട് 349 എന്നത് 335, 15 രൂപ. നല്ല ഹെവി പ്രോഫിറ്റ് ആണ്. എല്ലാ നോക്കിയിരുന്ന് നമ്മൾ ചെയ്യണം. ലെവലുകൾ കട്ട് ചെയ്യുമ്പോൾ സെല് ചെയ്യുക. ഇപ്പം ഞാൻ ചെയ്യുന്ന സ്ട്രേറ്റജി എങ്ങനെയാണ്, CPR വെച്ചിട്ടുള്ള സ്ട്രേറ്റജിയാണ് ചെയ്യുന്നത്. CPRനെ തലേ ദിവസം നല്ല അപ്പ് മൂവ്മെന്റ് വന്ന ഷെയർസിനകത്ത് ഷോർട്ട് സെല്ലിംഗ് ആണ് ചെയ്യുന്നത്. പക്ഷേങ്കിൽ ഷോർട്ട് സെല്ലിംഗ് ചെയ്യുന്നത് നമ്മളെ പ്രീവിയസ് ഡേ ഹൈ R1, R2, R3, R4 അങ്ങനെ വരുന്ന റേഞ്ചിൽ ഏത് റേഞ്ചിലാണോ ഫസ്റ്റിൽ, ഏത് റേഞ്ചിന് മുകളിൽ പോയതിനു ശേഷമാണോ ഫസ്റ്റിൽ ഇറങ്ങുന്നത്. അതായത് പ്രീവിയസ് ഡേ ഹൈ പോയിട്ട് ഇറങ്ങുന്നില്ലെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്യും. R1 പോയിട്ട് ഇറങ്ങുന്നില്ലെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്യും. R2 പോയിട്ടാണ് ഇറങ്ങുന്നതെങ്കിൽ R2 പോയിട്ട് ഇറങ്ങുമ്പോൾ R2ന്റെ താഴെ വെച്ച് നമ്മൾ സെല് ചെയ്യും. ഫസ്റ്റ് എവിടെ റിവേഴ്സ് ആവുന്ന അവിടെ നമ്മൾ സെല് ചെയ്യും. ആ സമയം വന്നിട്ടുള്ള ഹൈയുടെ മുകളിൽ സ്റ്റോപ്പ് ലോസ് വെക്കും. പിന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നമുക്കൊരു എക്സ്പീരിയൻസ് ആയിക്കഴിഞ്ഞാൽ പിന്നെ ഷെയറിൻ്റെ മൂവ്മെൻ്റ് ഒക്കെ മനസ്സിലാക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഈസിയാണ്. നമുക്ക് ചില ലെവലുകൾ വരാതെ തന്നെ ഇപ്പം പ്രീവിയസ് ഡേ ഹൈയുടെ അടുത്ത് വരെ വന്നിട്ട് തിരിച്ചു പോകും. അപ്പോൾ ആ ഷെയറിൻ്റെ മൂവ്മെൻറ്റ് കാണുമ്പോൾ നമുക്ക് ഏകദേശമൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ ചെറിയൊരു സ്റ്റോപ്പ് ലോസിൽ പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിലോട്ടൊരു സ്റ്റോപ്പ് ലോസ് വെച്ച് നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റും നല്ല രീതിയിൽ. അപ്പോൾ ആ ട്രേഡ് എങ്ങനെ എടുക്കുന്നത് എന്നുള്ളതിൻ്റെ രീതികളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. പുതുതായിട്ട് കാണുന്നവരൊക്കെ അത് നോക്കി കണ്ട് പഠിച്ചതിന് ശേഷം ചെറിയ ക്വാണ്ടിറ്റിയിൽ ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക പഠിക്കുന്ന സമയത്ത്. അതിനുശേഷം കോൺഫിഡൻസ് കിട്ടിയെങ്കിൽ ഓക്കെ, നല്ല രീതിയിൽ ട്രേഡ് എടുക്കാം. അപ്പോൾ ഇനി നമുക്ക് നാളത്തേന് നമ്മൾ ഷെയർ എടുത്ത് വെച്ചേക്കുന്ന ഷെയറുകൾ നോക്കാം. നാളെ നമ്മൾ 17 ഷെയറാണ് എടുത്തേക്കുന്നത്. 17 ഷെയറിൽ ഈ 1 by 1 മൂളിൽ തന്നെ തുടങ്ങാം. ഇടയ്ക്കെന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് കൺഫ്യൂഷനാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ XRO എന്ന് പറയുന്ന ഈ ഷെയർ പിന്നെ അപ്പർ സർക്യൂട്ടാണ്. അപ്പോൾ ഇത് R1 റേഞ്ച്, അതായത് 143, 104, 97 ഈ 2 റേഞ്ചിൽ നിന്ന് എവിടെ നിന്നെങ്കിലും തിരിവാണെങ്കിൽ താഴോട്ട് ഇറങ്ങുവാണെങ്കിൽ ഇപ്പം 102, 103 വരെ പോയിട്ട് 143 140 താഴോട്ട് ഇറങ്ങുവാണെങ്കിൽ നമുക്ക് സെല് ചെയ്യാം. ആ 103 ഹൈ വന്നതിൻ്റെ മുകളിൽ കൊണ്ട് സ്റ്റോപ്പ് ലോസ് ഇടുക, 2 രൂപയുടെ റിസ്ക് എടുക്കുക. അതല്ല അത് 105, 106 പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ 104, 97 താഴോട്ട് വരുമ്പോൾ സെല് ചെയ്യുക. അന്നേരം വന്ന ഹൈയുടെ മുകളിൽ കൊണ്ട് സ്റ്റോപ്പ് ലോസ് ഇടുക. അങ്ങനെ കിട്ടുവാണെങ്കിൽ ചിലപ്പോൾ നല്ലൊരു പ്രോഫിറ്റ് കിട്ടാൻ സാധ്യതയുണ്ട് ഈ ഷെയറിന്. അതുപോലെ ഈ SHK എന്ന് പറയുന്ന ഷെയർ നോക്കുക. ഈ R1 റേഞ്ചിൽ നിന്ന് 315, 28 മുകളിൽ പോയതിന് ശേഷം ഇറങ്ങുക. 315, 20 അതായത് 318, 19 പോയിട്ട് 315 താഴോട്ട് ഇറങ്ങുകയാണെങ്കിൽ നമുക്കൊരു പ്രാവശ്യം ചാൻസ് എടുക്കാം. അതുപോലെ ഈ ആസ്ട്രാസെൻ എന്ന് പറയുന്ന ഈ ഷെയറിനകത്ത് ഹെവി മൂവ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ ഇതിനകത്ത് സൂക്ഷിച്ച് വേണം ട്രേഡ് എടുക്കാൻ. ഈ ഷെയറിനകത്ത് ഇപ്പോൾ 8040 പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ ഇതിനകത്തൊക്കെ 5-10 ഷെയറിലെ ട്രേഡ് എടുക്കാം. 5-10 ഷെയറിൽ തന്നെ നമുക്ക് നല്ല പ്രോഫിറ്റും കിട്ടാം, നല്ല ലോസും വരാം. അപ്പോൾ അതിൻ്റെ അനുസരിച്ച് കഴിവതും ട്രേഡ് എടുക്കാതിരിക്കുക പുതിയ ആൾക്കാരൊക്കെ. അതുപോലെ ഈ CL എന്ന് പറയുന്ന ഷെയർ ഹൈയിലാണ് ക്ലോസിങ് വന്നിരിക്കുന്നത്. അപ്പോൾ ഓപ്പണിങ്ങിൽ ചിലപ്പോൾ ഒരു നല്ല മൂവ്മെൻറ്റ് കിട്ടുവാണെങ്കിൽ ഈ R1 റേഞ്ചിന് 315, 95 അതായത് 315, 95 മുകളിൽ പോയി, അതായത് 320 പോയിട്ട് അല്ലെ 318, 17 ഏത് റേഞ്ചിൽ പോയിട്ടാണോ ഇറങ്ങി ഈ ലെവലിന് താഴോട്ട് വരുന്നത് അപ്പോൾ നമ്മൾ സെല് ചെയ്യുക. അതല്ല ഷെയർ ഓപ്പണിങ്ങിലെ വീക്ക്നെസ് കാണിക്കുകയാണെങ്കിൽ ഇപ്പോൾ 301, 70 മുകളിൽ പോയതിനു ശേഷം തിരിച്ചിറങ്ങുകയാണെങ്കിൽ ചാൻസ് എടുക്കുക. ഈ GC എന്ന് പറയുന്ന ഷെയർ ചിലപ്പോൾ നാളെ ഒരു 500 റേഞ്ചിലോട്ട് വരാൻ ചിലപ്പോൾ ഒരു ടെൻഡൻസി കാണിക്കും ഈ ഷെയർ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് പ്രീവിയസ് ഡേ ഹൈ അടിച്ചിട്ട് ഇറങ്ങുവാണെങ്കിൽ നമ്മൾ ഒത്തിരി വെയിറ്റ് ചെയ്യരുത്. ഒരു നോർമൽ ഒരു 5-6 രൂപ പ്രോഫിറ്റ് കിട്ടുമ്പോൾ അങ്ങ് വെളി വരിക. ഈ 486 മുകളിലൊക്കെ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ ചിലപ്പോൾ നല്ലൊരു ചാൻസ് താഴോട്ട് തരാം. എന്നാലും ഒരു 500 റേഞ്ച് പോയിട്ട് ഇറങ്ങി വരുവാണെങ്കിൽ ആ 500 ഇപ്പോൾ 502 വരെ ഓപ്പണിങ് പെട്ടെന്ന് 502, 503 വരെ പോയെന്ന് വെച്ചോ. അപ്പോൾ നമ്മൾ 500 താഴോട്ട് ഇറങ്ങുമ്പം അവിടെ ഒരു എൻട്രി വേണമെങ്കിൽ എടുക്കാം, ലെവലുകളൊന്നും നോക്കാതെ. അവിടെ എൻട്രി എടുത്തിട്ട് അന്നേരം വന്ന് ഹൈയുടെ മുകളിലോട്ട് ഒരു സ്റ്റോപ്പ് ലോസ് ഇടുക. അതുപോലെ JM ഫൈനാൻഷ്യൽ ആണെങ്കിലും ഈ R1 റേഞ്ച് 151, 20 മുകളിൽ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ല ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. പെട്ടെന്നുള്ള മൂവ്മെൻ്റ് ആയിരിക്കണം ഓപ്പണിങ്ങിൽ, അങ്ങനെ വന്നിട്ട് ഇറങ്ങണം, എന്നാലേ നല്ലൊരു ചാൻസ് പ്രതീക്ഷിക്കാവൂ.
അതല്ല വീക്ക്നെസ് കാണിക്കുന്നുണ്ടെങ്കിൽ ഇപ്പം 150 പോയി, 50 പോയിട്ട് 146.70 കട്ട് ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ചാൻസ് എടുക്കാം. അതുപോലെ ആവ്ലോൺ എന്ന് പറയുന്ന ഷെയർ ഈ 2 ലെവല് ശ്രദ്ധിക്കുക. ഹൈ 667, 677 എന്നുള്ള ഈ 2 ലെവലും ശ്രദ്ധിക്കുക. ഈ 2 ലെവലിന് മുകളിൽ പോയിട്ട് ഈ 2 ലെവലിലും താഴോട്ട് ഇറങ്ങിയാൽ നല്ലൊരു ഫോളിന് ചാൻസ് ഉണ്ട് ഈ ഷെയറിനകത്ത്. അതുപോലെ ഹിസാർ മെറ്റലിനകത്ത് R1 റേഞ്ച് ആയിരുന്നു 220.99. ആ റേഞ്ചിന് മുകളിൽ പോയതിനു ശേഷം ഇറങ്ങുവാണെങ്കിൽ നല്ലൊരു ചാൻസ് ഇവിടെ പ്രതീക്ഷിക്കാം. ഇതിന് മുകളിൽ പോകാൻ താഴോട്ടിറങ്ങിയില്ല, അടുത്ത ലെവലിൽ പോയിട്ട് വരുവാണെങ്കിൽ ആ ലെവലിൽ നിന്ന് എടുക്കാം. 233, 34 പോയിട്ട് 32.89 താഴോട്ട് വരുമ്പോൾ എൻട്രി എടുക്കാം. ഇതിന് മുകളിൽ പോയതിനു ശേഷം ഈ 232.89 പോയതിനു ശേഷം 220.99 പോകുമ്പോൾ നമ്മളിവിടെ പോയി പെട്ടെന്ന് പോയി എൻട്രി എടുക്കരുത്. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ ആവറേജ് ഉണ്ടെങ്കിൽ ആ റേഞ്ച് വരുവാണെങ്കിൽ മാത്രം ചാൻസ് എടുക്കുക. വിധിങ് എന്ന് പറയുന്ന ഷെയർ 500 മുകളിൽ പോയിട്ട് 500 താഴോട്ട് വരുവാണെങ്കിൽ ചാൻസ് എടുക്കുക. അതല്ലെങ്കിൽ R1 പോയിട്ടൊക്കെ ഇറങ്ങുവാണെങ്കിൽ നല്ലൊരു ചാൻസ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിനകത്ത് സ്നൈഡർ എന്ന് പറയുന്ന ഈ ഷെയർ 900 മുകളിൽ പോയതിനു ശേഷം ഒരു ഇറങ്ങുവാണെങ്കിൽ നല്ലൊരു ചാൻസ് കിട്ടാം. JTL ഇൻഡസ്ട്രീസ് അതുപോലെ 250 മുകളിൽ പോയതിനു ശേഷം 248 താഴോട്ട് ഇറങ്ങിയാൽ നല്ലൊരു ചാൻസ് പ്രതീക്ഷിക്കാം. KPR മില്ലാണെങ്കിൽ 1009, ഈ 1050 മുകളിൽ പോയതിനു ശേഷം 1050 അല്ല, 1050 ഞാൻ റൗണ്ട് ഫിഗർ അങ്ങ് പറയുന്നേ ഉള്ളൂ. ഒരു ഈ ലെവലിന് മുകളിൽ 1052, 68 മുകളിൽ പോയതിനു ശേഷം താഴോട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് ചാൻസ് എടുക്കാം, കുഴപ്പമൊന്നുമില്ല. അതല്ല ഹെവി മൂവ്മെൻറ്റിൽ കുറച്ചുകൂടെ ഹൈ റേഞ്ചിലുള്ള ലെവലിൽ നിന്ന് കിട്ടുവാണെങ്കിൽ നല്ല ചാൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. സീക്വൻ്റ് എന്ന് പറയുന്ന ഈ ഷെയർ R1, R2 അതായത് 197, 91, 240 ഈ ലെവൽ ഓപ്പണിംഗ് പെട്ടെന്ന് കിട്ടിയിട്ട് ഇറങ്ങുകയാണെങ്കിൽ നല്ലൊരു ചാൻസ് താഴോട്ട് കിട്ടും. ഇപ്പോൾ 200 പോയിട്ട് ഈ ലെവൽ കെട്ടുകയാണെങ്കിൽ എൻട്രി എടുക്കാൻ കുഴപ്പമൊന്നുമില്ല. ആ ലെവലിൽ എടുത്തിട്ട് ചാൻസ് എടുക്കുക. നാഷണൽ അലൂമിനിയം വന്നിട്ട് R1, R2 റേഞ്ച് പോകാം. 200 മുകളിൽ ഒരു പ്രാവശ്യം ട്രേഡ് ആകാം എന്നെനിക്ക് തോന്നുന്നു. അപ്പോൾ അങ്ങനെ ട്രേഡ് ആയിട്ട് 200 മുകളിൽ പോയിട്ട് 198 കട്ടുകയാണെങ്കിൽ നമുക്ക് സെല്ല് ചെയ്യാം. അവിടെ FSL അതുപോലെ R2 റേഞ്ച് പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ലൊരു ചാൻസ് ആയിരിക്കും. അത് R1 പോയിട്ട് ഇറങ്ങിയാലും നമുക്ക് ചാൻസ് എടുക്കാൻ കുഴപ്പമൊന്നുമില്ല. GPIL 1070, 1076, R1 പ്രീവിയസ് ഡേ ഹൈ ഏകദേശം അടുത്ത്. ഈ 2 ലെവലിൻ്റെ മുകളിൽ പോയതിന് ശേഷം ഈ 2 ലെവലിൻ്റെ താഴോട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ലൊരു ചാൻസ് പ്രതീക്ഷിക്കാം. വറോക്ക് എഞ്ചിനീയറിങ് R1 പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ല ചാൻസ് പ്രതീക്ഷിക്കാം. 601.83 അതിന് മുകളിലോട്ട് പോയിട്ട് തിരിച്ചിറങ്ങുവാണെങ്കിൽ ചാൻസ് എടുക്കുക. അല്ലെങ്കിൽ നമുക്ക് നോർമൽ ചെയ്യുന്ന പോലെ ഏത് ലെവലിൽ പോയിട്ടാണോ ഫസ്റ്റ് തിരിയുന്ന അവിടെ എൻട്രി എടുക്കുക. ഷെയർ വീക്ക്നെസ് കാണിക്കുകയാണെങ്കിലേ ഉള്ളൂ ഈ പ്രീവിയസ് ഡേ ഹൈയുടെ അടുത്തൊക്കെ പോയിട്ട് ഇറങ്ങുന്നത്. അപ്പം ഈ ലെവലുകളെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചു എന്ന് വിചാരിക്കുന്നു. അപ്പം നോക്കി ചെയ്യുക. നമ്മൾ ധൃതിയൊന്നും പിടിക്കാതെ ലെവലുകൾ വന്നിറങ്ങുമ്പോൾ മാത്രം ട്രേഡ് എടുക്കുകയാണെങ്കിൽ, അതുപോലെ ലെവലുകൾ വന്ന് ഒത്തിരി താഴെ പോയതിനു ശേഷം എൻട്രി എടുക്കുകയും ചെയ്യരുത്. ലെവല് കട്ട് ചെയ്തിറങ്ങുന്ന സമയത്ത് എടുക്കുക. ആ സമയത്ത് എടുത്താലാണ് നമുക്ക് പെട്ടെന്നൊരു നല്ല മൂവ്മെൻറ്റ് കിട്ടുന്നത്. ചില ഷെയറുകൾ വൺ സൈഡ് താഴോട്ടേ പോകത്തുള്ളൂ. പക്ഷെ നമുക്കറിയാൻ പറ്റത്തില്ല ഏത് ഷെയറാണ്. പിന്നെ ഒരു എക്സ്പീരിയൻസ് വെച്ച് നമുക്ക് ഏകദേശമൊക്കെ ഊഹിക്കാൻ പറ്റും, അത്രയേ ഉള്ളൂ. അത് പ്രാക്ടീസ് ചെയ്താലേ നമുക്കത് അതുപോലെ മനസ്സിലാകത്തുള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആയിരിക്കട്ടെ എന്നാളെ ആശംസിക്കുന്നു. ബൈ.